നമസ്കാരം. ആസ്ട്രോ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. പൂരം നക്ഷത്ര ജാതരെക്കുറിച്ച് പറയാം എന്ന് വിചാരിക്കുന്നു. ഒക്ടോബർ 19 വരുന്ന വ്യാഴമാറ്റവും അതിനുശേഷം ഇപ്പോൾ ഒരു 49 ദിവസത്തേക്കാണ് ഈ ഒരു വ്യാഴമാറ്റം വരുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള വ്യാഴമാറ്റവുമൊക്കെ ഈ ഒരു പൂരം നക്ഷത്ര ജാതരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് കൂടി നമുക്ക് നോക്കാം. സൗന്ദര്യവും സാമർഥ്യവും ഈ നക്ഷത്രക്കാരുടെ ഗുണങ്ങളാണ്. ഒരേ സമയം പൗരുഷം, ആജ്ഞാശക്തി തുടങ്ങിയവയും സ്ത്രൈണ ഗുണങ്ങളും ഇവരിൽ കാണാം. മാധുര്യമേറിയ സംസാരമായിരിക്കും ഇവരുടേത്. നേതൃത്വ ഗുണം ഉണ്ടായിരിക്കും. ന്യായപക്ഷത്തിലായിരിക്കും ഇവരുടെ നിലപാട്. ശരീരസുഖം, അഭിമാനം, മാന്യത എന്നിവയും ഇവരുടെ ലക്ഷണങ്ങളാണ്. ഒരു പരിധിയിൽ കൂടുതൽ മറ്റുള്ളവരെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന സ്വഭാവം ഇവർക്കില്ല. സഹൃദയത്വം, ലളിതകലകളിൽ താൽപ്പര്യം, സ്വഭാവശുദ്ധി തുടങ്ങിയ ഗുണങ്ങളും ഇവർക്കുണ്ട്. മൃദുല ഹൃദയരായതിനാൽ തന്നെ മറ്റുള്ളവരുടെ ദീനതയിൽ അലിയുന്ന മനസ്സാണ് ഇവർക്കുള്ളത്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകളിൽ അമിതമായ ആഡംബര ഭ്രമം കാണാം. മധുരഭാഷണം, വശ്യത തുടങ്ങിയവയും തൻ്റെ ഇടവും ഇവരുടെ ലക്ഷണങ്ങളാണ്. അത്തം, ചോതി, അനിഴം, മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതി ആദ്യഭാഗം, ഉത്രട്ടാതി, രേവതി ഇവ ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങളാണ്. ഇവർ ചന്ദ്രദശ, രാഹുദശ, ശനിദശ ഈ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി എന്നീ ദേവതകളെ ഭജിക്കുക, യക്ഷിക്ക് വഴിപാടുകൾ നടത്തുക, പൂരവും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ വ്രതാനുഷ്ഠാനങ്ങളും മറ്റും നടത്തുന്നതും നന്നായിരിക്കും. പൂരം, പൂരാടം, ഭരണി നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനത്തിനും മറ്റും ഉത്തമമായിരിക്കുകയും ചെയ്യും. ജന്മനക്ഷത്ര ദിവസം പതിവായി ലക്ഷ്മി പൂജയോ ശുക്രപൂജയോ നടത്തുന്നത് നന്നായിരിക്കും. രാശാധിപനായ ആദിത്യനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. പൂരവും ഞായറാഴ്ചയും ഒത്തുവരുന്ന ദിവസം ആദിത്യപൂജ, ശിവക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നത് നന്നായിരിക്കും. വെള്ള, നേർത്ത നീല, ചുവപ്പ് നിറങ്ങൾ ഇവ അനുകൂലമായിരിക്കും. പൂരം നക്ഷത്ര ദേവതയ ആര്യമാവാണ്. ഋഗ്വേദ പരാമർശിതരായ ആദിത്യന്മാരിൽ ഒരാളായ ഈ ആര്യമാവ് ദേവതയെ പ്രീതിപ്പെടുത്താനുള്ള മന്ത്രങ്ങൾ ചൊല്ലുന്നത് നന്നായിരിക്കും. നക്ഷത്രമൃഗം ചുണ്ടലിയാണ്. വൃക്ഷം പ്ലാശാണ്. ഗണം മനുഷ്യഗണമാണ്. യോനി സ്ത്രീയോനിയാണ്. പക്ഷി ചകോരവും ഭൂതം ജലവുമാണ്. ഇനി നമുക്ക് ഇവരുടെ ദശാകാലം ഒന്ന് ചിന്തിക്കാം. ഇവരുടെ ജനനം ശുക്രദശയിലാണ്. ഒരു മനുഷ്യായുസ്സിൽ 20 വർഷമാണ് ശുക്രദശ അനുഭവിക്കേണ്ടത്. എന്നാൽ പൂരം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ശുക്രദശ അവർ ജനന സമയത്ത് അവരുടെ ചന്ദ്രൻ ഈ ഒരു നക്ഷത്രത്തിൽ എത്ര സഞ്ചരിച്ചു എന്നറിഞ്ഞ് വേണം ശുക്രദശ എത്രയാണ് അവർ അനുഭവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടത്. ശുക്രദശയിലെ ജനനമായതിനാൽ തന്നെ അവർക്ക് മറ്റ് ഗ്രഹസ്ഥിതികൾ കൂടി അനുകൂലമാവുകയാണെങ്കിൽ അവരുടെ ഒരു മാതാപിതാക്കൾക്ക് വളരെ നല്ലൊരു സമയം പ്രതീക്ഷിക്കാം എന്നുള്ളത് അറിയുക. പിന്നെ ഈ ശുക്രദശ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 6 വർഷമുള്ള ആദിത്യദശയാണ്. ആദിത്യദശയിൽ ആദിത്യൻ്റെ ഭാവസ്ഥിതിയും ആദിത്യൻ്റെ രാശിസ്ഥിതിയുമൊക്കെ മനസ്സിലാക്കി ആദിത്യൻ്റെ ശുഭാശുഭം മനസ്സിലാക്കി വേണം ആദിത്യദശ അനുഭവിക്കേണ്ടത്. ആദിത്യദശ സമയത്ത് ശിവഭജനമാണ് വേണ്ടത്. തുടർന്ന് 10 വർഷക്കാലം ചന്ദ്രദശയാണ്. ചന്ദ്രൻ്റെയും ജാതകത്തിലെ ജനനസമയത്തെ ആ ജാതകത്തിലെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ചന്ദ്രന് പക്ഷബലമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ചന്ദ്രദശ അനുഭവിക്കണം. ചന്ദ്രദശയിൽ മാതാവിൻ്റെ മാതൃകാരകത്വം ചന്ദ്രനുള്ളതിനാൽ മാതാവിനെ സംബന്ധിച്ച കാര്യങ്ങളുമൊക്കെ ഈ ചന്ദ്രൻ്റെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. മനസ്സിൻ്റെ കാരകത്വവുമൊക്കെ ചന്ദ്രനുള്ളത് കൊണ്ട് ചന്ദ്രന് പക്ഷബലമില്ലെങ്കിൽ ഭദ്രകാളിയെ ഭജിച്ചു കൊള്ളണം. അതല്ല ചന്ദ്രന് പക്ഷബലമുള്ള ചന്ദ്രനാണെങ്കിൽ ദുർഗാ ഭഗവതിയെയാണ് ഈ ഒരു സമയത്ത് ഭജിക്കേണ്ടത്. പിന്നെയുള്ള ഒരു 7 വർഷക്കാലം കുജനാണ്. കുജൻ്റെ ജാതകത്തിലെ ഭാവസ്ഥിതിയെയും രാശിസ്ഥിതിയുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കുജദശ അനുഭവിക്കണം. അപ്പോൾ കുജൻ്റെ അനിഷ്ടഭാവസ്ഥിതിയൊക്കെ ആണെങ്കിൽ വേണ്ട പരിഹാരങ്ങൾ ചെയ്തു കൊള്ളണം. കുജൻ ഓജരാശിസ്ഥിതനെങ്കിൽ സുബ്രഹ്മണ്യ ഭജനമാണ് വേണ്ടത്. രുക്മരാശിസ്ഥിതനാണെങ്കിൽ ദേവീ ഭജനമൊക്കെയാണ് ആവശ്യമായിട്ട് വരിക. പിന്നെയുള്ള ഒരു 18 വർഷക്കാലം രാഹുദശയാണ്. രാഹുദശയിൽ
രാഹുവിൻ്റെയും അനിഷ്ടഭാവസ്ഥിതിയൊക്കെ ആണെങ്കിൽ നിർബന്ധമായും പരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കാരണം ഇവർക്ക് ഒരു നല്ല അവരുടെ ഒരു യൗവന ദശയിലൊക്കെയാണ് ഈ സ്ഥിതി വരുന്നത്, രാഹുദശ വരുന്നത്. അതുകൊണ്ട് തന്നെ രാഹുവിനെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. രാഹുവിൻ്റെ അനിഷ്ടഭാവസ്ഥിതിയാണെങ്കിൽ നിർബന്ധമായും പരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആദ്യമേ തന്നെ മനസ്സിലാക്കി അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ തന്നെ ചെയ്യുക. രാഹുവിൻ്റെ പ്രീതി വേണ്ടിയിട്ട് സർപ്പസന്നിധികളിലൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പിന്നെയുള്ളൊരു 16 വർഷക്കാലം വ്യാഴദശയാണ്. വ്യാഴത്തിൻ്റെയും ഭാവസ്ഥിതിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. പിന്നെ ഒരു 19 വർഷക്കാലം ശനിയാണ്. ഈ ഒരു ശനിയും യുടെയും ഭാവസ്ഥിതിയും രാശിസ്ഥിതിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ശനിയെ പ്രീതിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ശനിദശയിൽ ശാസ്താഭജനമാണ് അഭികാമ്യമായിട്ടുള്ളത്. പിന്നെ ഒരു ബുധദശ 17 വർഷകാലമാണ്. ബുധദശയിൽ ശ്രീകൃഷ്ണപ്രീതിയാണ് വേണ്ടത്. ബുധൻ്റെയും ഭാവസ്ഥിതിയും രാശിസ്ഥിതിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ശ്രീകൃഷ്ണപ്രീതി വരുത്തുക. പിന്നെയുള്ള 7 വർഷകാലം കേതുദശയാണ്. അപ്പോൾ ഒക്കെ വളരെ വാർദ്ധക്യാവസ്ഥയായിരിക്കുമല്ലോ. അതൊക്കെ അനുഭവിക്കുക എന്നുള്ളത് അവനവൻ്റെ ആയുസ്സിൻ്റെ ചിന്ത നടത്തിയിട്ട് വേണം തീരുമാനിക്കുവാൻ. അപ്പോൾ കേതുദശയിൽ ചാമുണ്ഡി ഭജനവും ഗണപതി ഭജനവും ഒക്കെയാണ് വേണ്ടത്. ഇത്രയുമൊക്കെയാണ് നമുക്ക് വിംശോത്തരി ദശയെക്കുറിച്ച് പറയാനുള്ളത്. അതത് ദശാധിപന്മാരെയൊക്കെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. ഇനി പൂരം നക്ഷത്ര ജാതർക്ക് 2025 വ്യാഴമാറ്റങ്ങളും അതിനുശേഷം മറ്റ് ഗ്രഹങ്ങളുടെയുമൊക്കെ ഫലങ്ങൾ ഏത് രീതിയിലാണ് സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. പൂരം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവർക്ക് വ്യാഴം ലാഭസ്ഥാനത്ത് നിന്ന് അനുകൂല ഫലങ്ങളൊക്കെയാണ് നൽകേണ്ടിയിരുന്നത്. എന്നാൽ അതിനെ നിർവീര്യമാക്കാൻ പോകുന്ന പാകത്തിലാണ് ശനിയുടെ അഷ്ടമത്തിലെ നിൽപ്പ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ശനിയെ പ്രീതിപ്പെടുത്തണം. വ്യാഴത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കേണ്ടതുമുണ്ട്. എന്തെന്നാൽ വ്യാഴത്തിൻ്റെ ഗോചരസ്ഥാനമായ 11 നിന്ന് ശുഭഫലങ്ങൾ വ്യാഴം പ്രദാനം ചെയ്യേണ്ട ആ ഒരു വർഷകാലത്ത് ഈ ശനി വേദസ്ഥാനമായ അഷ്ടമത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങളെ പ്രതിരോധിക്കുവാനോ നിർവീര്യമാക്കുവാനോ ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അത് അറിയേണ്ടതാണ്. അതിനാൽ തന്നെ ചില ശുഭഫലങ്ങൾക്ക് കുറവ് വരും എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശനിയെ കൂടി പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു ദോഷങ്ങൾക്ക് കുറവ് വരികയും വ്യാഴത്തിനെ കൊണ്ടുള്ള അനുകൂല ഫലങ്ങൾ കിട്ടുകയും ചെയ്യും. കൂടാതെ ഒക്ടോബർ 19 ഇവർക്ക് വ്യാഴം 12 വ്യയസ്ഥാനമായ 12 വരികയും ചെയ്യുന്നു. അപ്പോൾ വ്യയസ്ഥാനത്ത് വരുമ്പോൾ അവർക്ക് ചിലവൊക്കെ അധികരിക്കും എന്നുള്ളതാണ് കാണേണ്ടത്. അതൊരു കുറച്ച് 49 ദിവസത്തെ ഒരു വ്യാഴമാറ്റമാണത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വ്യാഴപ്രീതി വളരെ ശക്തമായിട്ട് ചെയ്യേണ്ടതുണ്ട്. ഗുരുവായൂർ പോലെയുള്ള ക്ഷേത്രങ്ങൾ ദർശിക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ഞപ്പെട്ട് സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം പോലെയുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ദോഷഫലങ്ങൾക്കൊക്കെ ഒരു കുറവ് വരുത്തും. അഷ്ടമത്തിലെ ശനിക്കും അപ്പോൾ ശാസ്താക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുകയും നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ നടത്തുകയും വേണം. എന്നിട്ട് പിന്നെയും വ്യാഴം ഡിസംബർ 5 വീണ്ടും ലാഭസ്ഥാനത്ത് വരികയാണ്. എന്നിരുന്നാലും ആ ശനിയെ അപ്പോഴും പ്രീതിപ്പെടുത്തണം എന്ന് നിർബന്ധമായിട്ടും മനസ്സിലാക്കുക. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനമൊക്കെ നടത്തണം. എന്നിരുന്നാൽ മാത്രമേ ഈ വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. കാരണം വ്യാഴം 11 വരുന്നത് നമ്മളെപ്പോഴും ആഗ്രഹത്തോടെ കാത്തിരിക്കേണ്ടതാണ്. കാരണം ഇഷ്ടഫല സിദ്ധി കിട്ടേണ്ട സമയമാണ് വ്യാഴം 11 വരുന്നത്. ബാക്കി നമുക്ക് ജാതകവശാൽ മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ ആനുകൂല്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 11 വ്യാഴം വരുമ്പോൾ നല്ല ഫലങ്ങളാണ് കിട്ടേണ്ടത്. അതായത് തടസ്സപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകുകയും അതുപോലെ അന്വേഷിക്കുന്നവർക്ക് വിവാഹം നടത്തുകയും പിരിഞ്ഞ് താമസിക്കുന്നവരെയൊക്കെ ഒരുമിക്കാനൊക്കെ ഉള്ളൊരു സാധ്യതയുമൊക്കെ ഈ 11 വ്യാഴം വരുമ്പോൾ കിട്ടേണ്ടതാണ്. അപ്പോൾ അതിനൊക്കെ തടസ്സമായിട്ടാണ് ഈ ശനിയുടെ നിൽപ്പെന്നാണ് വീണ്ടും ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ശനിയെയും നമ്മൾ പ്രീതിപ്പെടുത്തണം, വ്യാഴത്തെയും ശക്തിപ്പെടുത്തണം. ഇതാണ് നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ ഡിസംബർ 9 മുതൽ പിന്നെ ഒരു 6 മാസ കാലത്തേക്ക് ജൂൺ 2026 വരെയും നിങ്ങൾക്ക് ഈ വ്യാഴം 11 നിൽക്കുന്നുള്ള അനുഭവങ്ങളൊക്കെ കിട്ടേണ്ടതുമാണ്. പിന്നെ വീണ്ടും 2026 ജൂണിന് ശേഷം 12 വ്യയസ്ഥാനത്തോട്ടാണ് വരേണ്ടത്. അപ്പോൾ ഈശ്വര പ്രാർത്ഥനയോടുകൂടി വിഷ്ണു സഹസ്രനാമ ജപമൊക്കെ ഇപ്പോഴേ ശീലിക്കുന്നത്
അപ്പോഴുണ്ടാകുന്ന ദോഷഫലങ്ങൾക്കൊരു കുറവ് വരുത്തുമെന്നും മനസ്സിലാക്കുക. പിന്നെ ഇവരറിയേണ്ടത് ഇവരുടെ നക്ഷത്രത്തിന്, ഈ ഒരു പൂരം നക്ഷത്രത്തിന് ഇപ്പോൾ രാഹുകേതു ബന്ധം കൂടിയുണ്ട്. ഈ കേതുവിൻ്റെ സ്ഥിതി പൂരം നക്ഷത്രത്തിലേക്കാണ് വരുന്നത്. അതിനാൽ തന്നെ ഇവർക്കൊരു കലഹ സ്വഭാവം മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് രാഹു കേതു പ്രീതിയും ഇവർക്ക് ആവശ്യം തന്നെയാണ്. രാഹുവിനെ പ്രീതിപ്പെടുത്തുവാൻ നാഗര ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തണം. മണ്ണാർശാല, വെട്ടിക്കോട്ട് തുടങ്ങിയ നാഗരാജ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വേണ്ട പരിപാടികൾ നടത്തുകയും ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ കേതുവിനെ പ്രീതിപ്പെടുത്തേണ്ടതിനായിട്ട് ഗണപതിയെയും ഒക്കെ ഭജിക്കുന്നതും അതുപോലെ ചാമുണ്ഡി ദേവിയെ ഭജിക്കുന്നതുമൊക്കെ നന്നായിരിക്കും. അതും ഇവർ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. ചുരുക്കത്തിൽ ഇവർ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് വരാൻ പോകുന്ന ഈ ഒരു ഭാഗ്യത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിന് വേണ്ട ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയൊക്കെ മുന്നോട്ട് പോയാൽ ഇവർക്ക് ഈ ഒരു വർഷം 2026 ജൂൺ വരെയുള്ള ഒരു കാലഘട്ടം അനുകൂലമാക്കി തന്നെ കൊണ്ടുപോകാം. ഏവർക്കും നല്ലത് വരട്ടെ. വീഡിയോ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.